ഹായ്, എൻ്റെ പേര് അനാമിക ലൈല. ഞാൻ 2021 തൊട്ട് ട്രിവാൻഡ്രത്ത് വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗർ എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാനകത്ത് ഇഷ്യൂസ് ഉണ്ട്. കുറെ നാൾ മുമ്പ് ഒരു വ്ളോഗ് എനിക്ക് ഭീഷണി കേട്ടോ. കാര്യം എന്താണെന്നല്ലേ, ഇതാണ് കാര്യം. ഉൾപ്പെടെ ഒത്തിരി റൈസ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. യൂഷ്വലി ട്രൈ ചെയ്യുന്ന ഈ ബ്ലോഗറുടെ പേരാണ് അനാമിക വ്ളോഗ്സ് കേട്ടോ. അനാമിക വ്ളോഗ്സ് വെച്ചാൽ എപ്പോഴും ഒരു എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും പുറത്ത് ഫുഡ് പോയി കഴിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഫുഡ് പോയി കഴിക്കുന്ന സമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ പോയിട്ട് ഞാനൊക്കെ ആണെങ്കിൽ യൂട്യൂബ് എടുത്തിട്ട് ബെസ്റ്റ് ഫുഡ് സ്പോട്ട് ദിസ് പ്ലേസ് എന്ന് പറഞ്ഞും കൊണ്ട് അടിച്ച് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഒക്കെയാണ് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് ഓരോ കടകളിൽ കയറി ഫുഡ് കഴിക്കുന്നത്. ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ ഈ ഫുഡ് കഴിക്കുന്നതോ റിവ്യൂവിനെ പറ്റിയിട്ടോ ഒന്നും അല്ല സംസാരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ റിവ്യൂ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഫുഡ് റിവ്യൂ എന്ന് പറയുന്നത് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഓരോ വ്ളോഗേഴ്സ് വന്നിട്ട് ഫുഡ് റിവ്യൂ നടത്തിപ്പോയി എത്ര പച്ച പിടിച്ച കടകൾ എനിക്ക് പേഴ്സണലി അറിയാവോ, എത്രയോ കടകൾ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് പല വ്ളോഗേഴ്സും വന്നിട്ട് ഓരോ വീഡിയോ എടുത്തിട്ട് വൈറലാക്കി വിട്ടുകൊടുക്കും. അതിനുശേഷം ആ കട വച്ചടി കയറ്റമായിരിക്കും. അങ്ങനെ ക്ലിക്കായി ഫേമസ് ആയി ഇന്ന് അതിനെ വലിയ ഹോട്ടലാക്കി മാറ്റി എത്രയോ കടകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് അറിയാവുന്ന കട വരെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പച്ച പിടിച്ചു പോയ കടകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹോട്ടൽസ് ഇന്ന് ഈ ഫുഡ് റിവ്യൂ നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഫുഡ് വ്ളോഗേഴ്സിനെ വിളിക്കാറുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ മുക്കിലും മൂലയിലും ഫുഡ് വ്ളോഗേഴ്സ് എന്ന് പറയുന്നത് പോലെ ഒരുപാട് ഫുഡ് വ്ളോഗേഴ്സ് ഇന്ന് ഉടലെടുത്ത് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഫുഡ് വ്ളോഗേഴ്സിനൊന്നും ക്ഷാമമില്ല. കടക്കാർ ഉറപ്പായിട്ടും ഹോട്ടൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഫുഡ് വ്ളോഗേഴ്സിനെ വിളിക്കും, റിവ്യൂ ചെയ്യിപ്പിക്കും, പൈസ കൊടുത്ത് പെയ്ഡ് റിവ്യൂ തന്നെ ചെയ്യിപ്പിക്കും. 10,000-15,000 രൂപയൊക്കെയാണ് കൊടുക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. കുറഞ്ഞത് തന്നെ 10 രൂപയൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ആ സ്ഥിതിക്ക് അങ്ങനെ വാങ്ങി റിവ്യൂ ഒക്കെ ചെയ്യും. പക്ഷേ ഈ കടക്കാര് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്കാരെ വിളിക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ആർക്ക്? കടക്കാർക്ക്. ഇവര് റിവ്യൂ ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ട് ഓഫ് ആൾക്കാരെങ്കിലും വരും, അങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിൽ കുറച്ച് ക്ലിക്ക് ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഓരോ ഫുഡ് വ്ളോഗേഴ്സിനെയും വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്ന ഫുഡ് വ്ളോഗേഴ്സിന്റെ അക്കൗണ്ടിന്റെ റീച്ച് കണ്ടിട്ടായിരിക്കും വിളിക്കുന്നത്. ഫോളോവേഴ്സ്, വീഡിയോയുടെ വ്യൂസും ഒക്കെ കണ്ടിട്ടായിരിക്കും വിളിക്കുന്നത്. എന്നാൽ ഇങ്ങനെ വിളിച്ചു വരുത്തി വീഡിയോ എടുത്ത് പോയതിനു ശേഷം പ്രത്യേകിച്ച് വലിയ ലാഭങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഇവരുടെ വീഡിയോസ് കണ്ട് ആൾക്കാർ വന്നതായിട്ട് അങ്ങനെ വലിയ ഗുണമൊന്നും കാണാതെ ആകുകയാണ് പതിവ്. ചില ഹോട്ടലുകളിൽ സംഭവിക്കുന്നതാണ്. അങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴാണ് ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉള്ളതും അല്ലെങ്കിൽ ലക്ഷങ്ങൾ വ്യൂസ് ഉള്ളതും കുറേയധികം ഷെയർ ഉള്ളതുമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ പലതും ബോട്ട് അടിച്ച് കയറ്റിയിട്ടുള്ളതാണെന്നാണ് തിരിച്ചറിയുന്നത്. ഒരുപക്ഷെ ഒരു വിഭാഗം ആൾക്കാർക്ക് ഈ ബോട്ട് അടിച്ച് കയറ്റുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലായിരിക്കും. ഫേക്ക് ആയിട്ട്, അതായത് ഉഡായിപ്പായിട്ട് ജെനുവിൻ അല്ലാത്ത ഫോളോവേഴ്സും വ്യൂസും ലൈക്കും ഷെയറും ഒക്കെ അടിച്ചു കയറ്റുന്നതിനാണ് ഈ ബോട്ടായിട്ട് അടിച്ചു കയറ്റുന്നതെന്ന് പറയുന്നത്. അങ്ങനെ കയറ്റുന്ന അക്കൗണ്ടുകളുമായിട്ട് വന്നിട്ട് ഓരോരുത്തർ വ്ളോഗ് ചെയ്ത് ഇവരെ കയ്യിൽ നിന്ന് 10,000-15,000 രൂപയും വാങ്ങി പോയി കഴിഞ്ഞാൽ ഈ ഹോട്ടലുകാർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവും? ഇല്ല, നഷ്ടം മാത്രം. കയ്യിലിരുന്ന പൈസയും പോയി, വീഡിയോയും ക്ലിക്കായില്ല, വീഡിയോയിൽ വരുന്നതെല്ലാം ബോട്ട് വ്യൂ, ഉടായ്പ വ്യൂ, മൊത്തം ഉടായ്പ. അങ്ങനെ ആര് തേഞ്ഞിട്ടും? ഈ ഹോട്ടൽ ആൾക്കാർ തേഞ്ഞിട്ടും. അങ്ങനത്തെ ഒരു കഥയാണ് ഇവിടെ എക്സ്പോസ് ചെയ്യുന്നത്. ഞാൻ കുറച്ചു മുന്നേ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരു വിഷയം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വ്യക്തി മറ്റൊരു ഫുഡ് വ്ളോഗറെ പറ്റിയിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നതാണ് ഞാൻ കണ്ടത്. എന്തായാലും ഞാൻ ആദ്യം ആ വ്യക്തി പറയുന്ന വീഡിയോ ഒന്ന് കൊടുക്കാം. എനിക്ക് ഭീഷണി കേട്ടോ. കാര്യം എന്താണെന്നല്ലേ, ഇതാണ് കാര്യം. ഉൾപ്പെടെ ഒത്തിരി റൈസ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. യൂഷ്വലി ട്രൈ ചെയ്യുന്ന ഈ ബ്ലോഗറുടെ പേരാണ് അനാമിക വ്ളോഗ്സ് കേട്ടോ. അനാമിക വ്ളോഗ്സ് വെച്ചാൽ എപ്പോഴും പെട്ടെന്ന് ഒരു 5-6 മാസം കൊണ്ട് 230K വരെ ഫോളോവേഴ്സ് ആയി വന്ന ആളാണ്. പെട്ടെന്ന് ഒരു സ്റ്റെപ്പിൽ തന്നെ 60K ഫോളോവേഴ്സ് പെട്ടെന്ന് കുറഞ്ഞു. ബോട്ട് അടിച്ച് കയറ്റുമ്പോൾ ഇന്ന ദിവസമുണ്ട്, ആ ദിവസം ഫോളോവേഴ്സ് താനെ കുറയും. പിന്നെ അടിച്ച് കയറ്റി 130K ഫോളോവേഴ്സ്. ഈ വീഡിയോ ചെയ്ത ഷോപ്പിലുള്ള അവരുടെ മെസ്സേജാണ്. പണി കിട്ടി, ക്യാഷ് പോയി, ഒരു പ്രൊഫൈൽ വ്യൂ പോലും കിട്ടിയില്ല. ഇതാണ് ആ ഷോപ്പ് അയച്ച മെസ്സേജ്. അടുത്ത മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. ഞാൻ വീണ്ടും വിഴിഞ്ഞത്ത് വന്നു. ആ കടയിൽ നിന്ന് മെസ്സേജാണ്. അങ്ങനെ വലിയ റിസൾട്ട് ഒന്നുമില്ല. ഇങ്ങനെ എണ്ണി കാണിക്കാനുണ്ടെങ്കിൽ കുറേയേറെ കടക്കാര് മെസ്സേജിലുണ്ട്. അപ്പം പറയാന്ന് വെച്ചാല് ബോട്ട് വീസ് കയറ്റി ആൾക്കാരെ പറ്റിക്കുന്ന കുറെ ബ്ലോഗർമാരുണ്ട്. അത് ട്രിവാൻഡ്രം മാത്രമല്ല, കൊല്ലത്തും ഉണ്ട്. ബോട്ട് വീസ് മാത്രമല്ല, ബോട്ട് ഫോളോവേഴ്സ് കയറ്റി ഫോളോവേഴ്സ് 200, 300, 400K കാണിക്കുന്ന ആൾക്കാരുണ്ട്. 3,000-4,000 ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് തരാം എന്ന് നേരെ പോകുന്നു. 4,000 മേടിക്കുന്നു, 3,000 മേടിക്കുന്നു, അവിടെ പോയി കഴിക്കുന്നു, അല്ലെങ്കിൽ ചെയ്യുന്നു, പൈസ വാങ്ങിക്കുന്നു, ബോട്ട് വീസ് കയറ്റി കടക്കാരെ പറ്റിച്ചിട്ട് 100K, 150K, 200K കാണിക്കുന്നു.
ഈ വീസ് കയറ്റിയതുകൊണ്ട് കടക്കാർക്ക് ഒരാളെ പോലും പോകാറില്ല. ഇതുപോലെ വ്ളോഗേഴ്സിനെ ഇങ്ങനെ പറ്റിക്കുന്ന വ്ളോഗേഴ്സിനെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ തിരിച്ചറിയണം, അവരെ പറ്റി നിങ്ങൾ പറയണം. മനസ്സിലായോ? എന്നാൽ എനിക്ക് നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് അയക്കി, ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഫസ്റ്റ് പറഞ്ഞ വധഭീഷണി എന്താണെന്നല്ലേ, ഈ ഒരു പറഞ്ഞ വ്ളോഗേഴ്സിന് ഇപ്പൊ 3-4 വ്ളോഗേഴ്സ് ഇതുപോലെ ബോട്ട് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഈ ഫോളോവേഴ്സും വ്യൂസും കയറ്റി കൊടുക്കുന്ന 2 ടീമുകൾ ഇവിടെ ട്രിവാൻഡ്രത്തുണ്ട്. ആ ടീമുകളിൽ ഒരാളെ ഞാൻ പറഞ്ഞു, ഇതുപോലെ ചെയ്ത് കൊടുക്കരുത്, വീസെറ്റി കൊടുക്കരുത്, പ്രൊമോഷൻ വർക്കുകളാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമുക്കെതിരെ ശബ്ദിക്കുന്ന ആരായാലും നമ്മൾ അവരെ തട്ടിക്കളയും, അവരെ അക്കൗണ്ട് അടിച്ചു കളയും, ഇതൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എന്റെ അക്കൗണ്ട് പോകണമെങ്കിൽ നാളെ ഞാൻ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഈ ചെയ്ത ആരൊക്കെയാണെന്ന് അവരെ വീഡിയോയും ഫോട്ടോ അടക്കം ഞാൻ കാണിക്കും. ഇങ്ങനെ ആൾക്കാർ ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞ ഒരാള്, ഇനി 2-3 പേരുടെ ഉണ്ട് കേട്ടോ. അപ്പം അവരുടെ പേരുടെ അടുത്ത വീഡിയോ പറഞ്ഞായിരിക്കും, ഇവിടെ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. എന്നെ കൊന്നുകളയാൻ പിന്നെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏതായാലും അത് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ഇത് നിങ്ങളെ പറ്റിച്ചിട്ടുള്ള വ്ളോഗർമാരുണ്ടെങ്കിൽ ആ ഐഡിയ ഒന്ന് മെൻഷൻ ചെയ്യും. ഇപ്പൊ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പം വ്ളോഗ് ചെയ്യാനാകുമ്പം മുതലാളിമാരെ അറിയുന്നില്ല അവർ ഈ ബോട്ടാണോ ഇതാണോ സംഭവം എന്ന്. അപ്പൊ ഇനിയെങ്കിലും സൂക്ഷിക്കുക. ഭംഗിയിലൊന്നും കാര്യമില്ല, വർക്കിലാണ് മക്കളെ കാര്യം. അതുകൊണ്ട് ചിന്തിക്കുക, ബോട്ട് ആയിട്ട് നിങ്ങളെ പൈസ 3000 രൂപ നിങ്ങൾ കഷ്ടപ്പെട്ട പൈസയല്ലേ എന്ന് ചുമ്മാ കൊടുക്കുന്നത്. ഇവിടെ പോലെ എന്തിനു വളർത്തണം. ഇപ്പൊ ലാസ്റ്റ് വാണിംഗാണ്, ഇനിയും ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വലിച്ചു കീറും, അതിന്റെ പേര് നടപടി എടുക്കുകയും ചെയ്യും. നിങ്ങളത് ക്യാഷ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്കറിയണ്ട നിങ്ങളെ വീഡിയോ എത്ര ലൈക്ക് ഉണ്ട്, എത്ര ഷെയർ പോയിട്ടുണ്ടെന്ന്. ഇത് ഓഫ് വെക്കുന്ന എന്തിനാണ് ഇത് നിങ്ങൾ ചോദിക്കണം കേട്ടോ. അപ്പൊ ആരായാലും ശരി, ലൈക്കും കമന്റും ഷെയറും അത് നിങ്ങളുടെ അവകാശമാണ്, അത് നിങ്ങളുടെ പൈസയുടെ അവകാശമാണ്. നിങ്ങൾ അത് ഓൺ ചെയ്ത് വെക്കാൻ പറയണം. വീണ്ടും കാണാം. ബൈ ബൈ. ട്രിവിയൻ ക്രേസി വ്ളോഗർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. മറ്റൊരു പെൺകുട്ടിയെ ബേസ് ചെയ്തിട്ടാണ് ഈ വ്യക്തി സംസാരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിന്റെ പേര് അനാമിക വ്ളോഗ് എന്നാണ്. TVM, അവരും TVM തന്നെയാണ്. ഇത് ട്രിവാൻഡ്രത്തിലുള്ള വ്ളോഗേഴ്സ് എല്ലാം കൂടി തമ്മിലുള്ള അടിയാണെന്ന് തോന്നുന്നു. ഫുഡ് വ്ളോഗേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് ആണ്. ഇവര് ബോട്ട് അടിച്ച് കയറ്റി, അനാമിക ബോട്ട് അടിച്ച് കയറ്റി എന്ന് പറഞ്ഞും കൊണ്ടാണ് നമ്മുടെ ക്രൈസി ട്രിവാൻഡ്രം വ്ളോഗ് വന്നിട്ടുള്ളത്. അങ്ങനെ പറയുന്നു, എന്നാൽ അനാമിക വന്നിട്ട് ഇപ്പുറത്ത് വേറെ പറയുന്നു. അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിന്റെ വീഡിയോയുടെ താഴെ ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ കമന്റ് ഒന്ന് വായിക്കാം. ആര് പറഞ്ഞു 3000 രൂപയ്ക്കാണ് ഇവർ ചെയ്യുന്നത് എന്ന്? ഏറ്റവും മിനിമം ഇവർ ചോദിക്കുന്നത് 10000 പിന്നെ പഴയ വ്യൂസ് കാണിച്ച് അത് 25,000 മുകളിൽ വരെ പോകുന്നുണ്ട്. കച്ചവടക്കാർക്ക് പലർക്കും അറിയില്ല. കണ്ടന്റ് ഇട്ട് 3 ദിവസത്തിനുള്ളിൽ പറയുന്ന ബിസിനസ് നടന്നാൽ അതിന്റെ 1% വാങ്ങി വ്ലോഗ് ചെയ്യാൻ തയ്യാറായാൽ നല്ലത്. അതായത് ആദ്യമേ പൈസ വാങ്ങി ഈ ഒരു പരിപാടി ചെയ്യാതെ ഈ പറയുന്ന പോലെ ഇവർ വീഡിയോ ഇട്ട് ഇവർക്ക് ബിസിനസ് എല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇത്ര % എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത് ഇതിന് താഴെ മറ്റൊരു കമന്റ് അൽഫുഡി സൂരജ് ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. ഒരാളെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കാനുള്ള ധൈര്യം കാണിച്ചല്ലോ. ഇതുപോലെ കുറെ പേരുണ്ട്, അവരെ എല്ലാവരെയും വെളിയിൽ കൊണ്ടുവരണം. കടക്കാരെയും പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന കുറെ ബോട്ട് വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സൂരജ് മറ്റേ അൽഫുഡി അവൻ കമന്റ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെ ഈ പറയുന്ന ട്രിവിയൻ ക്രേസി വ്ളോഗർ കമന്റ് ചെയ്തിട്ടുണ്ട്. പറയണ്ട എന്ന് കരുതി ഇനി ഫ്രണ്ട്സ് ആയാലും പറഞ്ഞേ പറ്റൂ എന്ന് സ്ഥിതിയായി. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവര് തമ്മിലൊക്കെ മൊത്തത്തിൽ എന്തൊക്കെയോ ക്ലാഷ് ആയി. ഈ വ്യക്തി പറഞ്ഞ, അതായത് ട്രിവിയൻ ക്രേസി വ്ളോഗർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ള ആ വീഡിയോയിൽ അനാമിക എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി താഴെ കമന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 3 പേരും കൂടി എനിക്കെതിരെ ചെയ്യുന്ന പരിപാടികൾ ഞാൻ കഴിഞ്ഞ മാസം 28 ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാണുന്നവർ അതും കൂടി ഒന്ന് കേറി നോക്ക്. എന്തായാലും അനാമിക ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ പോസ്റ്റ് നോക്കാം. അതിനു മുന്നേ അനാമികയുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഞാനൊന്ന് കൊടുക്കാം. 451 പോസ്റ്റ് അതിലുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 105K ഫോളോവേഴ്സ്, അങ്ങോട്ട് 7101 ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുട്ടിയുടെ വീഡിയോസ് ഒക്കെ. ഓക്കെ, അവരങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, കുറെ അധികം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇവരും തുടങ്ങി പാർട്ട് 1 എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനൊരു എക്സ്പ്ലനേഷൻ, ഈ വ്യക്തി പറഞ്ഞതിന് എതിരായിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട്. പാർട്ട് 1 മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി ഇനി വരെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോ ഈ പാർട്ട് 1 കാണാം. ഹായ്, എന്റെ പേര് അനാമിക ലൈല. ഞാൻ 2021 തൊട്ട് ട്രിവാൻഡ്രത്ത് വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗർ എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാനകത്ത് ഇഷ്യൂസ് ഉണ്ട്. കുറെ നാൾ മുമ്പ് ഒരു വ്ളോഗറിനെതിരെ ഒരു പോക്സോ കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ട്രിവാൻഡ്രത്തെ വ്ളോഗർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. വീഡിയോ ചെയ്ത വ്ളോഗറെ സപ്പോർട്ട് ചെയ്യുക, മുകേഷൻ നായരെ വലിച്ചു കീറുക, അയാൾ ഇനി വീഡിയോ ചെയ്യാൻ പാടില്ല. മുകേഷൻ നായർ മാത്രമല്ല, മൃണാൾ എന്ന് പറയുന്നൊരു വ്ളോഗറുണ്ട്, പുള്ളിയും ട്രിവാൻഡ്രത്തൊന്നും വീഡിയോ ചെയ്യാൻ പാടില്ല. ഇതാണ് ആ ഗ്രൂപ്പിന്റെ ഒരു രഹസ്യ അജണ്ട എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പിലുള്ള വ്ളോഗേഴ്സ്
വ്ളോഗേഴ്സ് പറഞ്ഞു കേസ് ആരോപണം വന്നേല്ലേ ഉള്ളൂ കളിയട്ടെ, അപ്പൊ നമുക്ക് അയാളെതിരെ ചെയ്യാം എന്ന് പറ്റില്ല. ഇപ്പൊ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഗ്രൂപ്പിലുള്ള വ്ളോഗർമാർ കുറെ പേര് ഇട്ടു. അപ്പൊ കുറച്ച് പേര് അത് ഇടാൻ മടിച്ചു നിന്നു, ഞാനും ഇട്ടില്ല. മറ്റിടാൻ പറ്റാത്ത ആൾക്കാർ ഗ്രൂപ്പിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വിഷയം വന്നപ്പം 1-2 വ്ളോഗർമാർ ലെഫ്റ്റ് ചെയ്തു. കൂടെ ഞാനും ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ചെയ്തു. ലെഫ്റ്റ് ചെയ്തതിൽ പ്രൊമോഷൻ വർക്കുകൾ കൂടുതൽ കിട്ടുന്നതും വീഡിയോസ് കണ്ടിന്യൂസ് ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ എനിക്കെതിരെ അന്ന് ആ ഒരു സമയം തൊട്ട് ഞാൻ ഏതൊരു വീഡിയോ പോസ്റ്റ് ചെയ്താലും ആ ക്രമാവൻ ബ്ലോഗർ എടുത്തിട്ട് അവിടെ മെസ്സേജ് ഇടുകയാണ്, ഇവള് ബോട്ടാണ്, ഇവള് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എന്തൊക്കെയോ ചെയ്ത് കയറ്റുന്നതാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പല സ്ഥാപനങ്ങൾക്കും വേണ്ടി റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇവരൊരു 3 വ്ളോഗർമാരുണ്ട്. അത്യാവശ്യം വർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്ളോഗറിന്റെ മൂട് താങ്ങി നടന്നാണ്ടിട്ടാണ് ഈ അമ്മാവൻ വ്ളോഗർ ആയത്. എന്ന് വെച്ചാൽ അവന്റെ കൂടെ വീഡിയോ എടുക്കാൻ പോയി ഇയാൾ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കും. അയാൾ 45,000 വാങ്ങുമ്പോൾ ഇവന് 5,000 10,000 വാങ്ങിച്ചു കൊടുക്കും. ഇവൻ പിന്നെ വേറൊരു വ്ളോഗർ, ഇവരെ കൂടെ ഈ 3 പേരിൽ അവനെ ആരും ഇപ്പൊ വിളിക്കുന്നില്ല. ഓൾറെഡി ഫീൽഡ് ഔട്ടായ ആള്. ഈ 3 പേരും ചേർന്നാണ് ഈ പരിപാടി ചെയ്തത്. നിങ്ങൾ എല്ലാരും കൂടി ഇരുന്നിട്ട് ചർച്ച നടത്തുക, അല്ലാണ്ട് പരസ്പരം തമ്മിൽ തല്ലാണ്ട്. ഇവര് ബോട്ട് ഫോളോവേഴ്സും ബോട്ട് ലൈക്കും ബോട്ട് വ്യൂസുമാണ് അടിച്ചു കയറ്റണേ എന്ന് പറഞ്ഞുകൊണ്ട് ക്രേസി ട്രിവിയൻ വ്ളോഗ്. എന്നാൽ ഇവര് പറയുന്ന മറ്റവന്മാരെല്ലാം ഉടായിപ്പെന്ന്. ഇതിലേതിടെ നമ്മൾ വിശ്വസിക്കും? എന്തായാലും ബോട്ട് അടിച്ച് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ വ്യൂസും ഫോളോവേഴ്സും കയറ്റിയിട്ട് ഈ പറയുന്ന പോലെ കടക്കാരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് ആര് പറ്റിച്ചാലും തന്തയില്ലാത്ത പരിപാടി. പച്ച മലയാളത്തിൽ പറഞ്ഞ തന്തയില്ലാത്ത പരിപാടി. ഇതിനേക്കാൾ നട്ടപ്പാതിരക്ക് പാര എടുത്തോട്ട് കക്ക ഇറങ്ങണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതിനേക്കാളും നല്ലത് അതാ, ബെറ്റർ ഓപ്ഷൻ. കട്ടുന്നെങ്കിലും പറയാമല്ലോ. ഈ തന്തയില്ലാത്ത പരിപാടിയും കാണിച്ചിട്ട് ഇങ്ങനെ വ്യൂവും പൈസയും ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ, അതാരായാലും ഉണ്ടാക്കുന്നവരുണ്ടെങ്കിലാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മാത്രം പൊള്ളിയാൽ മതി, അല്ലാത്തവർ ഇതിനെപ്പറ്റി മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഇനി ഞാൻ ഇവരെ ഈ ഇട്ടിരുന്ന വീഡിയോയുടെ ടൈറ്റിൽ ഒന്ന് വായിക്കാം. ഇത് പാർട്ട് 1 ആണ്, ബാക്കി പുറകെ വരും. വരട്ടെ. എന്തായാലും പുതിയൊരു ഫൈറ്റ് കാണാം. ബിഗ് ബോസ് ഒക്കെ തീരാറായില്ലേ, 50 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതിൻ്റെ അകത്ത് വെച്ചിട്ട് പുതിയൊരു ഫൈറ്റ് മിക്കവാറും ക്രിയേറ്റ് ആവും. ഫുഡ് ബ്ലോഗേഴ്സ് എല്ലാം കൂടി ആയിരിക്കും തമ്മിലടി, അടിച്ച് ചാവ് എല്ലാം കൂടി. അല്ലാണ്ട് എന്ത് പറയാം, ബോട്ട് ഫോളോവേഴ്സ് ഒരു സൈഡിൽ കൂടി. എന്തായാലും ആ വ്യക്തിക്ക് പല ഹോട്ടലുകാരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഇവരൊന്ന് പ്രൊമോഷൻ ചെയ്തിട്ട് ഒരു ലാഭം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചാറ്റൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. സത്യാവസ്ഥ ഉണ്ടോന്നൊന്നും അറിയത്തില്ല. അങ്ങനെ നല്ലൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഈ ലേഡിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കുറെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാം 1 ലക്ഷത്തിന് മേലുള്ള വ്യൂ ഒക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാം മിക്കതും ഒരു 90% വീഡിയോയും അത്യാവശ്യം 1 ലാഖിന് എബോ ഉണ്ട്. ഇതൊക്കെ ബോട്ട് വ്യൂ ആണോ എന്നൊന്നും ദൈവത്തിനറിയാം. ബോട്ട് വ്യൂ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോക്കൃത്തനമാണ്, അല്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വ്യൂവർഷിപ്പ് ആയിരിക്കണം. മേ ബി, അറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥകളെല്ലാം പുറത്ത് വരുമല്ലോ. ഈ ബോട്ട് ഫോളോവേഴ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് നോക്കുമ്പോൾ മറ്റേ പ്രൊഫൈലുകൾ ഇല്ലാത്ത കുറേ അന്തവും കുന്തവും ഇല്ലാത്ത കുറേ ഫോട്ടോസൊക്കെ കാണുമല്ലോ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതാണ് ബോട്ട് ഫോളോവേഴ്സ് ആണെന്ന് മനസ്സിലാവും. പക്ഷെ ഇവരുടെ ആ ഒരു ഫോളോയിങ് ലിസ്റ്റൊക്കെ ലിമിറ്റഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് കയറി നോക്കിയിട്ട് ലിമിറ്റഡിൽ നിൽക്കുക, അറിയാൻ പാടില്ല. കുറേ പോസ്റ്റുകളുണ്ട് കേട്ടോ. എല്ലാം 1 ലക്ഷം 1.5 ലക്ഷം 2 ലക്ഷം 2.5 ലക്ഷം. ബോട്ട് വ്യൂ ആണെങ്കിൽ എൻ്റെ മക്കളെ എനിക്കൊന്നും പറയാനില്ല, നാറിയ പരിപാടിയായിപ്പോൾ. പിന്നെ ഒരുപാട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ചിലപ്പോൾ ഓട്ടോമാറ്റിക്ക് കയറിയ വ്യൂ ആയിരിക്കും. എന്തായാലും അൽഫുഡിയും സൂരജും ഒക്കെ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും കൂടി ഇനിഷ്യേറ്റീവ് എടുത്ത് തെളിയിക്കണം ഇവർ ബോട്ടാണെങ്കിൽ. അത് ഓഫ് കോഴ്സ് തെളിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ എനിക്കത് പറയാനില്ല. ഇനി അതുപോലെ 28 ഓഗസ്റ്റിന് ഇവര് തന്നെ ഒരു പോസ്റ്റ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് വായിക്കാം. ഞാൻ അടുത്ത സമയത്തായി പോസ്റ്റ് ചെയ്യുന്ന പ്രൊമോഷൻ വീഡിയോസിൽ പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ഫേക്ക് ഷെയർ, അതും വ്യൂസിനേക്കാൾ ഷെയർ കയറ്റി വിടുന്നു. പിന്നീട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് റീപോസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. എനിക്ക് ബ്രാൻഡ് പ്രൊമോഷൻസ് കിട്ടുന്നതിൽ ചില വ്ളോഗർമാർ എനിക്കെതിരെ ചില സ്ഥാപനങ്ങളിൽ ഞാൻ ഫേക്കാണെന്ന് പറഞ്ഞ് പരത്തിയതിനു ശേഷം ആ സ്ഥാപനങ്ങൾ എന്നെ വീണ്ടും പ്രൊമോഷന് പരിഗണിക്കുന്നത് കൊണ്ട് എന്റെ പ്രൊഫൈൽ ഫേക്കാണെന്ന് വരുത്തി തീർക്കാനാണ് ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾ ചിലർ ചെയ്യുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടാണ് മറ്റേ വ്യക്തി വന്നിട്ട് ഇവരെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ പറയുന്നത്. ഇവര് ബോട്ട് ഫോളോവേഴ്സ് ആണ്, അത് ഇതൊക്കെയാണെന്ന് പറഞ്ഞ് ഈ ട്രിവിയൻ ക്രേസി വ്ളോഗർ പറയുന്നത്. ഓക്കെ, പക്ഷെ ഇവര് 28 ഓഗസ്റ്റിന് കഴിഞ്ഞ് പോയ 28 ഈ പോയില്ലേടെ ഓഗസ്റ്റ്, ആ സമയത്ത് തന്നെ ഇവരൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് ചേർന്നിട്ട് ഇവരെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യം. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലോ. ഇവർ തന്നെ പറയുന്നുണ്ട് ഇവരുടെ ഏതോ വീഡിയോസിലൊക്കെ ഈ പറയുന്ന പോലെ ബോട്ടൊക്കെ അടിച്ച് കയറ്റുന്നുണ്ട്, പിന്നെ ഡിലീറ്റ് ചെയ്തിട്ട് ഇടേണ്ട അവസ്ഥ വരുന്നു. സത്യം പറഞ്ഞാൽ ബോട്ട് ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ആർക്ക് വേണോ കയറി ബോട്ടടിക്കും. ബോട്ടടിക്കാൻ അറിയാവുന്നതാണ്. ചുമ്മാ അവിടെ പഞ്ചായത്തിൽ മറ്റേ മുണ്ടും പൊക്കിയിരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കണവന് പറ്റൂല. ഈ പരിപാടി അറിയാവുന്നവർക്ക് അതിന്റെ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട് എനിക്കറിയത്തില്ല.
അവർക്ക് അടിച്ചു കയറ്റാൻ പറ്റും. അതിന് എന്റെ പാസ്വേഡ് ID ഒന്നും വേണ്ട. അതുകൊണ്ട് ആർക്ക് വേണോ വന്നിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ബോട്ട് അടിച്ച് കയറ്റാൻ പറ്റും. അതുപോലെ ഒരു പക്ഷേ ഈ കുട്ടിയുടെ അക്കൗണ്ടിൽ ആരെങ്കിലും അടിച്ച് കയറ്റുമെന്ന് അറിയില്ല. ആ കുട്ടി തന്നെ നേരത്തെ പറഞ്ഞ് വയ്ക്കുന്നുണ്ട്, എന്റെ അക്കൗണ്ടിൽ ഇങ്ങനെ ബോട്ട് അടിച്ച് കയറ്റുന്നുണ്ട്, ഏതൊന്നാറികളെന്നൊക്കെ പറഞ്ഞ് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. ഇതിപ്പോ ഈ കുട്ടിയുടെ കരിയർ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണെങ്കിൽ ഈ ഗൂഢാലോചന നടത്തുന്നവന്മാർ അണ്ണാക്കിൽ കൊടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാത്ത പക്ഷം ഈ കുട്ടി തെറ്റുകാരിയാണെങ്കിൽ ഈ കുട്ടിയെ വലിച്ചു കീറണം എന്നേ ഞാനും പറയത്തുള്ളൂ. അത് സത്യം ശിവം സുന്ദരം എന്ന് പറയുന്ന പോലെ ന്യായം ആരുടെ ഭാഗത്താണ് അവരോടൊപ്പമാണ് ഞാൻ. എന്തായാലും കൊള്ളാടെ, എന്തൊക്കെ കാണണം. എന്താ ഇതിൽ സത്യം പറഞ്ഞാൽ ഇവർക്ക് ആർക്കും നഷ്ടമൊന്നുമില്ല. ഇവർക്ക് എല്ലാവർക്കും കിട്ടേണ്ട പൈസയും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. നഷ്ടം കടക്കാരന്മാർക്കാണ്. അവന്മാരുടെ കയ്യിലിരിക്കുന്ന പൈസയാണ് പോകുന്നത്. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണ് ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ഇട്ടണം.